എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി തുടരുന്നു. ഇനി ആത്മവിദ്യയ്ക്ക് അധികാരി ആരാണ് എന്നാണ് പറയുന്നത്. മേധാവി പുരുഷോ വിദ്വാൻ ഊഹാപോഹ വിചക്ഷണഃ അധികാര്യാത്മവിദ്യായാം ഉക്തലക്ഷണലക്ഷിതഃ. ബുദ്ധിമാനും വിദ്വാനും ശ്രുതിമതത്തിന് അനുകൂലമായി വാദിക്കാനും വിപരീതമായതിനെ ഖണ്ഡിക്കാനും കഴിവുള്ളവനും മുൻ പറഞ്ഞ ലക്ഷണങ്ങളോട് കൂടിയവനുമാണ് ആത്മവിദ്യയ്ക്ക് അധികാരി. ഒരാൾ ബുദ്ധിമാനായിരിക്കണം, വിദ്വാനായിരിക്കണം, ശ്രുതിമതത്തിന് അനുകൂലമായി വാദിക്കണം. ശ്രുതി എന്ന് പറഞ്ഞ വേദത്തിന് അനുകൂലമായിട്ട് വാദിക്കുന്നവൻ, വേദവിരോധമായിട്ടുള്ളതിനെ ഖണ്ഡിക്കാനും കഴിയണം. അങ്ങനെയുള്ളവൻ അധികാരിയാണ്. വേദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്ഞാനം, അറിവ്. ഇവിടെ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം തുടങ്ങിയ വേദങ്ങളെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. അറിവ്, മൊത്തത്തിൽ അറിവാണ്. ആ അറിവ് എന്ന് പറഞ്ഞാൽ ശുദ്ധമായ അറിവ്, തെളിവുകളോട് കൂടിയ അറിവ്, കാരണത്തോടു കൂടിയ കാര്യം. ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് കാരണമെന്ത് എന്ന് അന്വേഷിച്ചാൽ ഉത്തരം കിട്ടണം, കാരണം കിട്ടണം. അതാണ് വേദം എന്ന് പറയുന്നത്. എന്ത് പറയുകയാണെങ്കിലും ഒരു ആധികാരികത വേണം. അതാണ് വേദം. ആ അറിവാണ് വേദം എന്ന് പറയുന്നത്. അപ്പം അതിനെ അംഗീകരിക്കുന്നതിനും പിന്നെ വിപരീതമായതിനെ ചില ആൾക്കാർ ചില കാര്യങ്ങൾ പറയും, അതിന് ആധികാരികമൊന്നും ഉണ്ടാവില്ല. അത് ഈ സെമിറ്റിക് മതങ്ങളിലൊക്കെയാണ് കൂടുതൽ. ഇന്ന മാതിരി ചെയ്യണം, എന്തുകൊണ്ട് എന്നോ അത് എന്തിനാണെന്ന് ചോദ്യം ചോദിക്കാൻ പാടില്ല, അനുസരിക്കുക. അത് ശരിക്കും പറയാമെങ്കിൽ വേദവിരുദ്ധമാണ്. വേദത്തിന് അനുകൂലം എന്ന് പറയുന്ന സമയത്ത് ഒരു കാര്യം ചോദിച്ചാൽ എന്തുകൊണ്ട്, എന്തിന് എന്ന് ചോദിച്ചാൽ ഉത്തരം വ്യക്തമായിട്ട് കിട്ടണം. ആ ഉത്തരം പറഞ്ഞു തരാൻ ഗുരു ബാധ്യസ്ഥനാണ്. അങ്ങനെയുള്ളതാണ് വേദം. അതിനെ അംഗീകരിക്കുന്നവൻ. പിന്നെ ശ്രുതാർത്ഥത്തെ ധരിച്ചോർമ്മിക്കാൻ സാമർഥ്യമുള്ളവനെയാണ് മേധാവി എന്ന് പറയുന്നത്. ധീർധാരണാവതി മേധ എന്ന് പറയും. അതായത് വേദത്തിൻ്റെ അർത്ഥത്തെ ധരിച്ച് മനസ്സിലാക്കി അത് ഓർമ്മിച്ച് വേണ്ട സമയത്ത് പ്രയോഗിക്കാൻ സാമർഥ്യമുള്ളവനെയാണ് മേധാവി എന്ന് പറയുന്നത്. കാവ്യവ്യാകരണാദികൾ അഭ്യസിച്ചവൻ വിദ്വാൻ. തർക്കവും മീമാംസയും പഠിച്ചാലേ ഊഹാപോഹ വിചക്ഷണത്വം ഉണ്ടാകൂ. ഊഹാപോഹം എന്ന് പറഞ്ഞാൽ മനനം ചെയ്യുക, ഊഹിക്കുക, മനനം ചെയ്യുക, മനനം ചെയ്ത് ഊഹിക്കുക. മനനം ചെയ്ത് ഊഹിക്കുന്ന സമയത്ത് അത് ശരിയായിരിക്കും. ഊഹം എന്നതുകൊണ്ട് ശ്രുതിക്ക് അനുകൂലമായ തർക്കമെന്നും അപോഹം എന്നതുകൊണ്ട് ശ്രുതിക്കെതിരായുള്ള വാദത്തെ നിരസിക്കുന്ന തർക്കമെന്നും അർത്ഥം. അതായത് ഊഹം എന്ന് പറഞ്ഞാൽ ശ്രുതിക്ക് അനുകൂലമായിട്ടുള്ള തർക്കം, വാദം, അതാണ് അർത്ഥം ഊഹം. അപോഹം എന്നത് ശ്രുതിക്കെതിരായുള്ള വാദത്തെ നിരസിക്കുന്നത്, ശ്രുതി വിരുദ്ധമായതിനെ നിരസിക്കുക. ശ്രുതിക്ക് അനുകൂലം എന്ന് തന്നെ അർത്ഥം. അതാണ് ഊഹാപോഹം. രണ്ടും അർത്ഥം ഒന്ന് തന്നെ ഏകദേശം. അങ്ങനെ വേദത്തെ അനുകൂലിച്ചുകൊണ്ടും വേദത്തിന് എതിരായിട്ടുള്ളതിനെ എതിർത്തുകൊണ്ടും ഉള്ളവനാണ് അധികാരി ആത്മവിദ്യയ്ക്ക്. മാത്രമല്ല മേധാവി, വേദാർത്ഥത്തെ പഠിച്ച് മനസ്സിലാക്കി അത് വേണ്ട വിധത്തിൽ, വേണ്ട തരത്തിൽ, വേണ്ട സന്ദർഭത്തിൽ പ്രയോഗിക്കാൻ കഴിവുള്ളവനെയാണ് മേധാവി എന്ന് പറയുന്നത്. വിവേകിനോ വിരക്തസ്യ ശമാദിഗുണശാലിനഃ മുമുക്ഷോരേവ ഹി ബ്രഹ്മ ജിജ്ഞാസ യോഗ്യതാമതാം. വിവേകിയും വിരക്തനും ശമാദിഗുണശാലിയും മുമുക്ഷുവും ആയവനു മാത്രമേ ബ്രഹ്മാന്വേഷണത്തിന് അർഹതയുള്ളൂ. മുമുക്ഷു, മോക്ഷത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവൻ. വിവേകി, വിവേകമുണ്ടായിരിക്കണം. വിവേകം എന്ന് പറഞ്ഞാൽ
ഇന്നതേ പറയാവൂ, ഇന്ന സന്ദർഭത്തിൽ ഇന്നതേ പറയാവൂ. ഇപ്പോൾ പറയാറുണ്ട് സത്യം പറയണമെന്ന്. പക്ഷേ സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം എന്ന് പറയും. സത്യം പറയണം, അത് പ്രിയമായിട്ട് പറയണം, അപ്രിയ സത്യം പറയരുത് എന്ന് പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളും പറയാൻ ഓരോ സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ സന്ദർഭത്തിനനുസരിച്ച് പെരുമാറുന്നവനാണ് വിവേകി. വിരക്തൻ എന്ന് പറഞ്ഞാൽ ഭൗതിക സുഖഭോഗങ്ങളിലൊന്നും ആസക്തിയില്ലാത്തവൻ. ശമാധി ഗുണശാലി, ശമം അതായത് ഈ വിഷയങ്ങളോടൊക്കെ എതിർപ്പ്. ശമാധി പറഞ്ഞാൽ ദമം അതിൽപ്പെടും. ദമം എന്ന് പറഞ്ഞാൽ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ വേർപെടുത്തിയവൻ. അങ്ങനെയൊക്കെ ഉള്ളവൻ, മോക്ഷത്തിന് ആഗ്രഹിക്കുന്നവനും മാത്രമേ ബ്രഹ്മാന്വേഷണത്തിന് അർഹതയുള്ളൂ. അപ്പോഴാണ് ബ്രഹ്മത്തെക്കുറിച്ച് അന്വേഷിക്കുക. ബ്രഹ്മജിജ്ഞാസയ്ക്ക് ശമനമുണ്ടാകുന്നത് ബ്രഹ്മജ്ഞാനം കൊണ്ടാണ്. ആ ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകുമ്പോഴാണ് ആ ജിജ്ഞാസയ്ക്ക് ശമനമുണ്ടാകുന്നത്. അതിന് ഇപ്പോൾ പറഞ്ഞ ഗുണങ്ങൾ കൂടിയേ കഴിയൂ. അപ്പോൾ വിവേകം വേണം, വിരക്തനായിരിക്കണം, ശമാധി ഗുണങ്ങളുണ്ടായിരിക്കണം, മോക്ഷത്തിനുള്ള താല്പര്യമുണ്ടായിരിക്കണം. ഇങ്ങനെയുള്ളവന് മാത്രമേ ബ്രഹ്മാന്വേഷണത്തിന് അർഹതയുള്ളൂ, ബ്രഹ്മത്തെക്കുറിച്ചറിയാൻ അർഹതയുള്ളൂ എന്നാണ് പറയുന്നത്. ബാക്കി അടുത്ത ഭാഗത്ത്. നന്ദി, നമസ്കാരം.